ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഏതുജന്മ കൽപ്പനയുടെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാവേ. സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ അഞ്ജലിയും ശ്യാമോട് ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നതായിട്ടാണ്, ചെറിയ റൊമാൻസും കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവന് ഒരു സ്പ്രേ, നമ്മുടെ മറ്റേ എന്തോ ഒരു തീ കത്തുന്ന പോലുള്ള സ്പ്രേ എന്തോ അങ്ങനെ ബാക്കിൽ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അഞ്ജലി ചോദിക്കും എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ അവൻ ആ സ്പ്രേ അവിടെ അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു സീൻ അവിടെ തീരും. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ പൂജയ്ക്ക് ഇരിക്കുന്നതായിട്ടാണ്, ശ്രുതിയുടെ കുടുംബവും അശ്വിൻ്റെ കുടുംബം എല്ലാം കൂടെ എല്ലാവരും കൂടെ പൂജയ്ക്ക് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം പൂജാരി ആണെങ്കിൽ ഇതാണോ വധു, അപ്പം നല്ല കുട്ടിയാ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നല്ല കുട്ടിയാണ്, ശ്രുതിയുടെ ചേച്ചിയെ പറ്റി ഓരോ നല്ല കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പം അതൊന്നും മനോരമയ്ക്ക് പിടിക്കുന്നില്ല. അപ്പം മനോരമ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ റോൾ ഇവിടെ ഒന്നുമില്ല, എനിക്കൊന്നുമില്ല, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് പെട്ടെന്ന് പൂജയ്ക്ക് ഇരിക്കുന്ന കാര്യം പറയുമ്പോൾ നെയ്യ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി പറയാൻ, എന്നാൽ പിന്നെ അത് പൂജ തുടങ്ങുമ്പോഴേക്കും ഞാൻ പോയി നെയ്യൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് പറയും. അങ്ങനെ ശ്രുതി അവിടുന്ന് പോകാൻ നേരം അഞ്ജലി ചോദിക്കും, അയ്യോ ശ്രുതി ഒറ്റയ്ക്കാണോ പോകുന്നതെന്ന്. അപ്പം പെട്ടെന്ന് എനിക്ക് പറയും ഞാനിവിടെ പോകാമെന്ന്. അപ്പം പെട്ടെന്ന് നമ്മുടെ അശ്വിൻ അങ്ങ് ടെൻഷൻ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരവിടുന്ന് പോകും. അപ്പം അശ്വിൻ ഇല്ലാതെ അവിടെ ടെൻഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അവിടെ പൂജയുടെ കാര്യങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ കാണിക്കുന്നത്, ഓരോന്നിങ്ങനെ പറയുന്നതും. പിന്നെ അവിടെ പൂജയ്ക്ക് ഇരുത്തുന്നത് നമ്മുടെ ആകാശിനെയും പ്രീതിയാണ്. അപ്പം പെട്ടെന്ന് ശ്യാം പറയും, കാരണം ശ്യാം ഓൾറെഡി ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ അവൾക്ക് അഞ്ജലിക്ക് അപകടം വരുന്ന രീതിയിൽ. അപ്പം കുറച്ച് റോസ് വാട്ടറൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ പൂജയ്ക്ക് എല്ലാവരും പറഞ്ഞ് പ്രീതിയും ആകാശമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ ശ്യാമിൻ്റെ പ്ലാൻ പാളിപ്പോയെന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. പെട്ടെന്ന് അശ്വിനും ഭയങ്കര ടെൻഷൻ, ശ്രുതി വന്നില്ലല്ലോ എന്നോർത്ത് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം റിങ് ചെയ്താൽ കേട്ടോണ്ട് അഞ്ജലി ആ ഫോൺ ചെന്നിട്ട് എടുത്തിട്ട് പറയും, അയ്യോ ശ്രുതി ഇതെടുത്തില്ലോ, നീ എന്തിനായി വിളിക്കുന്നതെന്ന് പറഞ്ഞ്, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, ഇപ്പോൾ പോയിട്ട് വരും, അപ്പം പൂജ വൈകത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ ഇങ്ങനെ ഓരോ റീസൺ പറയുവാണ് ശ്രുതി ഇങ്ങനെ വിളിക്കാൻ. അപ്പം അങ്ങനെ അഞ്ജലിയോട് സംസാരിച്ച് അഞ്ജലി ഇങ്ങനെ ചിരിക്കും, ഇപ്പം എന്തിനാ ടെൻഷൻ ആവുന്നത്, നീ എന്തിനാ ടെൻഷൻ ആവുന്നത്, അങ്ങനെ ഇങ്ങനെയാണ്. അപ്പം ഇവള് ഫോൺ എടുത്തിട്ടില്ല എന്ന് ചോദിച്ചിട്ട് അങ്ങനെ എനിക്കിവിടെ ഫോണിലോട്ട് വിളിച്ചിട്ട് എനിക്കാണെങ്കിലും എടുക്കുന്നില്ല. അങ്ങനെ അഞ്ജലിയോട് പറയും ഞാൻ പോയി ഒന്ന് തിരക്കിയിട്ട് വരാം, അല്ലെങ്കിൽ പൂജ ലേറ്റ് ആവത്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകും. അഞ്ജലി അവിടെ നിന്ന് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അഞ്ജലി താരം വന്നിട്ട് അവിടെ പൂജയിൽ പ്രീതിയും പ്രീതിയും ആകാശമാണ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ ശ്യാമാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ അങ്ങനെ ഇരിക്കുക. എന്നിട്ട് അവർ താഴെ ഇരിക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കും. അന്നേരം പെട്ടെന്ന് അവിടെ ഒരു അപശകനം ആവണമെന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി സാരി മാറാൻ പറയും. പക്ഷേ ശ്യാം പറയും വേണ്ട, നല്ലൊരു സാരിയല്ലേ, എന്തിനാ വെറുതെ മാറുന്നത്. പക്ഷെ അവൻ്റെ പ്ലാൻ വേറെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അശ്വിനാണെങ്കിൽ അപകട സ്ഥലത്തിലോട്ട് എത്തുന്നതാണ്. പെട്ടെന്ന് അവിടെ നോക്കി പോകുമ്പോൾ, ആ റൂട്ടിൽ പോകുമ്പോൾ പെട്ടെന്നൊരു ആംബുലൻസും കാര്യങ്ങളൊക്കെ ബഹളമൊക്കെ കേൾക്കും. അപ്പോൾ അവിടെ ചോദിക്കും, പറയും ഒരു പെൺകുട്ടിയും ഒരാളും ഉണ്ടായിരുന്നു, അവരുടെ ഒരു ആക്സിഡൻ്റ് ആയി, പെൺകുട്ടിക്ക് നല്ല മേജറായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് ആംബുലൻസിന് പുറമെ പോകുമ്പോഴേക്കും ആംബുലൻസ് അങ്ങ് വിട്ടുപോകും. അപ്പം ആംബുലൻസിന് പുറകിനെ ഓടിയിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പൂജയുടെ കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള എപ്പിസോഡും കാര്യങ്ങളും റിവ്യൂവും ഒക്കെ വേണമെങ്കിൽ ചാനലൊന്ന് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ.